ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പര കൂടുതൽ ആവേശകരമായിരിക്കുകയാണിപ്പോൾ. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 61 റൺസിന് ജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ 3 വിക്കറ്റിന്റെ ജയത്തോടെ ആതിഥേയർ ശക്തമായി തിരിച്ചറിവ് നടത്തുകയും ചെയ്തു. ഇതോടെ 4 മത്സര പരമ്പരയിൽ ഇരു ടീമും 1-1 എന്ന നിലയിലാണ് നിലനിൽക്കുന്നത്. 2 മത്സരങ്ങൾ ശേഷിക്കെ ആരാവും പരമ്പര നേടുകയെന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം. പോരാട്ടം വളരെയധികം വാശിയേറിയതായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ടീം കരുത്ത് ശക്തമാണെങ്കിലും സ്ഥിരതയോടെ മികച്ച ഫോമിൽ കളിക്കാൻ പല പ്രമുഖർക്കും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടാം T20 തോൽവി ഇന്ത്യയുടെ ദൗർബല്യം തുറന്നു കാട്ടുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാം T20 ഇന്ത്യ പ്ലേയിങ് 11-ൽ മാറ്റം വരുത്തേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. ആദ്യ 2 മത്സരത്തിലും ഒരേ പ്ലേയിങ് 11ഓടെ ഇന്ത്യ കളിച്ചിരുന്നത്. മൂന്നാം മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ മാറ്റം ആവശ്യമാണ്. ഇന്ത്യൻ ടീമിന് വലിയ പ്രതീക്ഷ നൽകുന്ന യുവ ഓപ്പണറാണ് അഭിഷേക് ശർമ്മ. ഇടംകൈയ്യൻ താരം പവർ പ്ലേയിൽ കടന്നാക്രമിച്ച് കളിക്കുന്ന താരം കൂടിയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം തകർപ്പൻ പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മ ഇന്ത്യൻ ടീമിലേക്കുള്ള വരവറിയിച്ച് തകർപ്പൻ സെഞ്ചുറി നേടുകയുണ്ടായി. എന്നാൽ പിന്നീട് സ്ഥിരതയോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവസാനം കളിച്ച 7 T20 ഇന്നിംഗ്സിൽ നിന്നും അഭിഷേക് ശർമ്മ നേടിയത് വെറും 70 റൺസായിരുന്നു. 10 മാത്രമാണ് ശരാശരി നിലനിൽക്കുന്നത്. അഭിഷേക് നിരാശപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ തുടക്കം യഥാർത്ഥത്തിൽ മോശമാവുകയാണ്. ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെ ആകെ പിന്നോട്ടടിക്കുകയാണ് ശരിക്കും. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് പുതിയൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. മൂന്നാം T20 സഞ്ജു സാംസണിനൊപ്പം ഇന്ത്യ ജിതേഷ് ശർമ്മയെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ജിതേഷും കടന്നാക്രമിച്ച് കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ്. പവർ പ്ലേ മുതലാക്കാൻ വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനും കഴിയാനും സാധ്യതയുണ്ട്. ഇന്ത്യ പേസ് നിരയിൽ പരിഗണിച്ചിരുന്ന ഒരാൾ ആവേശ് ഖാനാണ്. വലംകൈയ്യൻ പേസർ T20 തല്ലുകൊള്ളി ബൗളർമാരിൽ ഒരാളാണ്. എന്നിട്ടും വീണ്ടും താരത്തിന് അവസരം ലഭിക്കുകയാണ്. രണ്ടാം T20 ഇന്ത്യയുടെ തോൽവിക്ക് പ്രധാന കാരണക്കാരൻ ആവേശ് ഖാനാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഫുൾ ടോസ് എറിഞ്ഞു കൊടുത്ത ജെറാർഡ് ഗോഡ്സ അനായാസം റൺസ് ഉയർത്താൻ അവസരമൊരുക്കിയ താരമായിരുന്നു. മികച്ചൊരു യോർക്കർ പോലും എറിയാൻ ആവേശിന് കഴിഞ്ഞില്ല. ഇന്ത്യക്ക് വിജയവഴിയിൽ തിരിച്ചെത്താൻ സൂപ്പർ താരങ്ങൾ ഫോമിലെത്തിക്കേണ്ടത് പ്രധാന ഘടകമാണ്. സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ് എന്നിവരുടെ പ്രകടനത്തെ ടീം വല്ലാതെ ആശ്രയിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവർക്ക് മികവ് കാട്ടാൻ സാധിച്ചാൽ ഇന്ത്യക്ക് വിജയം ഒരു പ്രയാസവുമാവില്ല. റിങ്കു സിംഗിന് പ്രതീക്ഷിച്ച പോലെ അതിവേഗം റൺസ് ഉയർത്താനോ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കാഴ്ചവെക്കാനോ കഴിഞ്ഞിട്ടില്ല. ഹർദിക് പാണ്ഡ്യയിൽ നിന്നും കൂടുതൽ മികച്ച പ്രകടനം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കാത്ത പക്ഷം ഇന്ത്യക്ക് ജയം എളുപ്പമായിരിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, റിങ്കു സിംഗ്, ഹർദിക് പാണ്ഡ്യ, യാഷ് ദയാൽ, വിജയ്കുമാർ വൈശാഖ്, രവി ബിഷ്ണോയ് എന്നിവരാണ് ഇന്ത്യയുടെ സാധ്യതയുള്ള താരങ്ങൾ.